സാർ എനിക്ക് MBA എടുക്കണമെന്നുണ്ട്. എന്നാൽ സാധാരണ എല്ലാവരും ചൂസ് ചെയ്യുന്ന ഫൈനാൻസ്, HR, മാർക്കറ്റിംഗ് അല്ലാത്ത വേറെ ഏതെങ്കിലും ഡിഫറെൻറ്റ് MBA സ്പെഷ്യലൈസേഷൻ ഉണ്ടോ? തീർച്ചയായിട്ടും ഉണ്ട്. ഫസ്റ്റ് വൺ ഈസ് ഇൻട്രാഷണൽ ബിസിനസ്. മിക്ക കമ്പനീസും ലോകമെമ്പാടും എങ്ങനെയാണ് ബിസിനസ് നടത്തുന്നതെന്ന് കംപ്ലീറ്റ്ലി ഫോക്കസ് ചെയ്യുന്ന ഒരു സ്പെഷ്യലൈസേഷനാണിത്. ആൻഡ് സെക്കൻഡ് വൺ ഈസ് ബിസിനസ് അനലിറ്റിക്സ് ഓർ ഡാറ്റ അനലിറ്റിക്സ്. ഡാറ്റാസ് ഉപയോഗിച്ച് എങ്ങനെ സ്മാർട്ടായിട്ടുള്ള ഡിസിഷൻ എടുക്കാമെന്നും അത് വെച്ച് എങ്ങനെ ഒരു കമ്പനി ഗ്രോ ചെയ്യാമെന്നാണ് ഈ ഒരു സ്പെഷ്യലൈസേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആൻഡ് തേർഡ് വൺ ഈസ് ഹെൽത്ത് കെയർ ആൻഡ് ഹോസ്പിറ്റാലിറ്റി മാനേജ്മെൻറ്റ്. ഒരു കമ്പനിയെ മാനേജ് ചെയ്യാൻ ഒരു മാനേജർ ആവശ്യമാണ്. അതുപോലെ തന്നെ ഹോസ്പിറ്റൽസ്, ക്ലിനിക്സ് അല്ലെങ്കിൽ ഹെൽത്ത് കെയർ ഇൻഡസ്ട്രി ഒക്കെ മാനേജ് ചെയ്യാൻ ഒരു മാനേജറിന് ആവശ്യമാണ്. അപ്പോൾ അതിൽ ടോപ്പ് മാനേജർ പൊസിഷനിൽ വർക്ക് ചെയ്യാൻ ഈ ഒരു സ്പെഷ്യലൈസേഷൻ നിങ്ങളെ സഹായിക്കും. ആൻഡ് ഫോർത്ത് വൺ ഈസ് ലോജിസ്റ്റിക്സ് ആൻഡ് സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റ്. ഞാൻ സിമ്പിളായിട്ട് പറഞ്ഞുതരാം. പ്രൊഡക്ട്സ് ഫാക്ടറിയിൽ നിന്ന് കസ്റ്റമറിലേക്ക് എയർ, വാട്ടർ, റോഡ് ത്രൂ എത്തിക്കുന്ന പ്രോസസ്സിനാണ് ലോജിസ്റ്റിക്സ് ആൻഡ് സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. ഇത് ഞാൻ വളരെ സിമ്പിളായിട്ടാണ് പറഞ്ഞത്. ഇതിൽ അനേകം പ്രോസസ്സുകൾ വരുന്നുണ്ട്. അപ്പോൾ ഈ പ്രോസസ്സുകളൊക്കെ മാനേജ് ചെയ്യുന്ന സീനിയർ മാനേജർ ആവാൻ ഈ ഒരു സ്പെഷ്യലൈസേഷൻ നിങ്ങളെ സഹായിക്കും. ആൻഡ് ഫിഫ്ത്ത് വൺ ഈസ് ഓൺടർപ്രണർഷിപ്പ്. സ്വന്തമായിട്ട് സ്റ്റാർട്ടപ്പ് തുടങ്ങണമെന്നുണ്ട്, അത് വളർത്തണമെന്നുണ്ട്, പക്ഷെ അതെങ്ങനെയാണെന്ന് അറിയില്ല. അങ്ങനെയുള്ളവർക്ക് എടുക്കാൻ പറ്റുന്ന ഒരു ബെസ്റ്റ് സ്പെഷ്യലൈസേഷനാണിത്. ഈ സ്പെഷ്യലൈസേഷൻസ് വളരെ ഡിമാൻഡുള്ളതാണ്. MBAയുടെ കൂടെ യൂണീക്ക് ആയിട്ടുള്ള സ്പെഷ്യലൈസേഷൻസ് നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡിഫറൻറ്റും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള മേഖലയിൽ ഹൈ സാലറിയോടെ വർക്ക് ചെയ്യാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു സ്പെഷ്യലൈസേഷനെ കുറിച്ചിട്ട് കൂടുതൽ അറിയാനും അല്ലെങ്കിൽ ഇതിൽ ഏതായിരിക്കും എനിക്ക് സ്യൂട്ടാകുമെന്ന ഡൗട്ട് ഉണ്ടെങ്കിലോ പിന്നെ ഇതൊക്കെ പഠിക്കാൻ സാധിക്കുന്ന ബെസ്റ്റ് കോളേജ് ഏതൊക്കെയാണെന്ന് അറിയാൻ സ്ക്രീനിൽ കാണുന്ന ഈ നമ്പറിലേക്ക് ജസ്റ്റ് ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി. താങ്ക് യു.